കാസർഗോഡ് ജില്ലയിൽ 8 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിങ്ങിന് 1 കിലോമീറ്ററിന് ഏറ്റവും കൂടിയ നിരക്ക് 1 കോടി രൂപയാണ്. ഈ നിരക്കിൽ 15.6 കിലോമീറ്റർ നീളമുള്ള ഉപ്പള കന്യാന റോഡ് മെക്കാഡം ചെയ്യുന്നതിന് പരമാവധി 16 കോടി രൂപയാണ് ആവശ്യം. ജില്ലയിൽ ഡ്രെയിനേജ് നിർമ്മാണത്തിന് 1 കിലോമീറ്ററിന് 50 ലക്ഷം രൂപയാണ് ചിലവ്. അങ്ങനെ പദ്ധതിക്ക് ആകെ ചിലവ് 24 കോടി രൂപയിൽ താഴെ. ഇതിന്റെ പ്രൊജക്ട് വന്നിട്ട് 2 വർഷമായി ഇവർ ഇതിന്റെ സർവേ എല്ലാം നടത്തിയിട്ട് ലാസ്റ്റ് മന്ത്രിസഭ പിരിയുന്നതിന് 1 മാസം മുമ്പാണ് ഇത് ഇവർ പ്രഖ്യാപിച്ചു അപ്രൂവൽ കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷെ അപ്രൂവൽ ലെറ്റർ എനിക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം എനിക്ക് ഒരു തന്നില്ല. എനിക്ക് പഴയ എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് ഈ കമ്പനി തന്നത്. എന്നാൽ 5.5 മീറ്റർ വീതിയിൽ 15 കിലോമീറ്റർ നീളത്തിൽ നിലവിലുള്ള റോഡ് മെക്കാഡം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി പൂനെ ആസ്ഥാനമായുള്ള റോവൻ രാജ്ദ്വീപ് നിർമ്മാണ കമ്പനിക്ക് അനുവദിച്ചത് 44.5 കോടി രൂപ. 13 വർഷത്തേക്ക് അറ്റകുറ്റപ്പണിയും കമ്പനിക്കാണ്. എസ്റ്റിമേറ്റ് തുകയുടെ 200% അധികത്തിലാണ് ടെൻഡർ അംഗീകരിച്ചത്. ഇതിൽ ഓവുചാൽ നിർമ്മാണത്തിന് മാത്രം നീക്കിവച്ചത് 25 കോടിയിലധികം രൂപ. മെക്കാഡം ടാറിങ്ങിനേക്കാൾ തുക ഓവുചാൽ നിർമ്മാണത്തിന് നീക്കിവച്ച പദ്ധതി കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ഡ്രെയിനേജിന് ഏകദേശം 1 കിലോമീറ്ററിന് ഏറിയ 50 ലക്ഷം റുപ്യ വേണ്ടി വരും. നല്ല 50 ലക്ഷം 1 കിലോമീറ്റർ. ഇത് 15 കിലോമീറ്റർ റോഡുള്ള ആ കണക്ക് കുട്ടിയെങ്കിൽ ഒരു 7 കോടി റുപ്യ അതിന് വേണ്ടി വരും. അത്ര തന്നെ. അത് എബോവ് വേണ്ട. ഡ്രെയിനിന്റെ മെയിൻ്റനൻസ് ഇല്ല. ഡ്രെയിൻ എബോവ് ആക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്താണ് പദ്ധതിയുടെ ടെൻഡർ അംഗീകരിച്ചത്. പദ്ധതിക്ക് ആവശ്യത്തിലധികം ഫണ്ട് അനുവദിച്ചത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മന്ത്രി ജി സുധാകരന് പരാതി നൽകിയിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.